എന്താണ് ക്ലിപ്പ് ഉണ്ടായിനോ? ഇമ്മച്ചി എന്താ പറ്റിയത്? എന്നിട്ടോ തന്നെ അച്ചുകൊണ്ടോ ഐസ് കാട്ടോ? എന്ത് കാട്ടാണ് പോത്തത്തിയെ? നമ്മളിപ്പോ പോണതേ നമ്മളെ പാർക്കാണ്. ഇപ്പച്ചി അവിടുന്ന് ഐസ്ക്രീം എല്ലാം വാങ്ങിത്തരും. പറഞ്ഞാ കേട്ടോണ്ടി പരക്കെ പാഞ്ഞ ഞാരെ പിടിച്ചോണ്ടോ, മനസ്സിലായോ? അടങ്ങി കാര്യം നോക്കട്ടെ. ചുണ്ടോട് ചുണ്ട ചുണ്ട് 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 കൈസോളം മുറിയൊക്കെ കേട്ടോ ഗൈസ്. ചുണ്ട് നോക്കട്ടെ മാണിക്കല്ലേ. ചുണ്ട് 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 നോക്കട്ടെ ഗൈസ്. നോക്കാം നിങ്ങള് പോയി കഴിഞ്ഞാൽ ഇജ്ജ് വള്ളത്തിൽ ചാടുവോ? വള്ളത്തിൽ ചാടാൻ പോണ്ടോ? എവിടെ ചാടുക പറയും. ഇവിടെ വെള്ളത്തിൽ ചാടുന്നില്ലല്ലോ. അത് എന്തിനാ പോണ? നമ്മൾ എന്തിനാ പോണില്ല? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാ ഈ കാര്യണത്? ആ മുടിയൊക്കെ നാശാക്കി. എങ്ങനെ സൂപ്പറായി കെട്ടിയത് ഇനി? എന്താണ് ക്ലിപ്പ് ഉണ്ടായിനോ? ഇമ്മച്ചി ഇന്നലെ എന്നോട് പറയാണേ, ഞാൻ ഓളെ കഷ്ടപ്പെട്ട് ഒരുക്കിയാണ്. എന്നിട്ട് അടക്കട്ടെ അടക്കട്ടെ ഇവിടെന്നാ അന്റെ മൂക്ക് ഗൈസ്. ഓളെ മൂക്കണ്ടെങ്കില് അവിടെ വീണോള്. എന്താ നിനക്കിന്റെ മൂക്കുമ്പോ എന്താ പറ്റി പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും? സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു കൊടുത്താ എന്താ പറ്റിയത്? എന്നിട്ടോ തന്നെ എന്നിട്ട് ഇപ്പച്ചിക്ക് പണിയായില്ലപ്പം? ഇപ്പച്ചി ഓളയും കൊണ്ടുപോയി അച്ചുകൊണ്ടോ ഐസ് കാട്ടോ? എന്ത് കാട്ടാണ് പോത്തത്തിയെ? അതാണ് പൊട്ടത്തി വിളിച്ച ഇപ്പച്ചിക്ക് ചീറ്റും കിട്ടും. പിന്നെ എല്ലാവരും സ്കൂളിൽ എന്താ പറയാ ഐസും കട്ടല്ലേ? നമ്മളിപ്പോ പോണതേ നമ്മളെ പാർക്കാണ്. ഇപ്പച്ചി അവിടുന്ന് ഐസ്ക്രീം എല്ലാം വാങ്ങിത്തരും. പറഞ്ഞാ കേട്ടോണ്ടി പരക്കെ പാഞ്ഞ ഞാരെ പിടിച്ചോണ്ടോ, മനസ്സിലായോ? അടങ്ങി നിക്കുവോ? അതോ സത്യം? നീ ഇവിടെത്തുമ്പോ അവിടെത്തുമ്പോ എന്റെ കൊല മാറൂലേ? ഉറപ്പാ? എപ്പോഴും ഇവിടുന്ന് എന്താ പറയുക പോകുമ്പോ? ഞാൻ അടങ്ങി കുപ്പച്ചി എപ്പച്ചി അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പാർക്കിൽ കാണുമ്പോ എനിക്ക് മാനും വേണ്ട വാപ്പാനും വേണ്ട എനിക്ക് തോന്നി മാരിച്ച് പോവുക. അങ്ങനെ പോവോ? ഉറപ്പല്ലേ? ആയിക്കോട്ടെ. നമുക്കേ ഓലുണ്ടാവൂല. ഓലൊക്കെ വീട്ടിലാണ്. ഓല് മമ്മാക്ക് സുഖല്ലായിട്ടേ മമ്മാന്റെ വീട്ടിലടി. എന്താ കാട്ടുക? എല്ലായിടത്തും മുറിയായിക്കണം. എന്താ നീ കയ്യാവൂലെ? ഇമ്മമ്മ എന്താ ഇവിടെ നിക്കാതെ എനിക്കറിയോ? വികൃതിയാട്ടിട്ട് നിങ്ങൾ ഉമ്മമാനെ കിടക്കണം റെസ്റ്റ് എടുക്കണം നായക്കായിട്ടാണ് ഉമ്മ ഇവിടുന്ന് പാഞ്ഞത്. ഓടിയതാ? എന്തിനാ ഓടിയത്? ജീവൻ കൊണ്ട് ഓടിയതല്ലേ ഉമ്മ? എന്റെ വികൃതിയായിട്ടേ ഗൈസ് ഇമ്മ അങ്ങനെ സുഖലാതെ കിടക്കാട്ടോ ബെഡില്. ഉമ്മ അങ്ങനെ സുഖിച്ച് കിടക്കാം. നേരത്തെ ഉമ്മന്റെ പള്ളൊക്കെ ചാട്ടാത്. അത് കഴിഞ്ഞ് മറ്റോള് മുറി നോക്കും. ഉമ്മ പറഞ്ഞു ഞാൻ ഇവിടുന്ന് കിടക്കുമ്പോ അന്ന് രാത്രി ഇവിടുന്ന് പാഞ്ഞാണ് അല്ലേ? ഇനി ഉമ്മ ഇങ്ങോട്ട് വരില്ലല്ലോ. ഫുള്ള് കോമഡി. എന്നാ ഉമ്മ വരിക? ഞാൻ എന്നാ ഉമ്മ വരിക ഇവിടെ? മുറി വരെ വരുമോ? തന്നെ പാവല്ല നമ്മളെ അമ്മ. അന്നെ അപ്പയൊക്കെ എഴുതിട്ട് അമ്മമ്മയാണ്. ഇപ്പൊ ഉമ്മമ്മലായിട്ട് എന്താ നമുക്ക് സങ്കടം പേരുണ്ടോ? അപ്പൊ എനിക്ക് ഉമ്മമാനെ ഇഷ്ടല്ലേ? ഉമ്മ വീഡിയോ ഉമ്മക്ക് സങ്കടം പേരുണ്ടോ? എനിക്ക് ഉമ്മമാനെ ഇഷ്ടല്ലേ? ഇഷ്ടണ്ട് ഉമ്മ പറഞ്ഞ നീ ഉമ്മ സങ്കടാവും. ഉറക്കെ പറയാൻ കേൾക്കുള്ളൂ. അപ്പൊ ഇപ്പൊ പോകാൻ ഇഷ്ടല്ലേ അല്ലേ? ഇപ്പൊ പറഞ്ഞ ഇഷ്ടല്ലേ? പിന്നെ ഇഷ്ടല്ല പറഞ്ഞു ഇന്നലെ. മുറി കൊടുത്ത ചക്കര ബേസിന് ഗൈസ്. ഇതാണ് മുറി. വളരെ വീര്യം കൂടിയ മുറിയാണ്. അല്ലല്ല അങ്ങോട്ട് പക്ഷെ കാര്യം നോക്കട്ടെ. ചുണ്ടോട് ചുണ്ട ചുണ്ട് 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 ഗൈസ്. ഓളെ മുറി കേട്ടോ ഗൈസ്. ചുണ്ട് നോക്കട്ടെ മാണിക്കല്ലേ. ചുണ്ട് 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 നോക്കട്ടെ ഗൈസ്. നോക്കാം നിങ്ങള് ആകെ എന്താ പറയാ. പക്ഷെ ഇവളെ ഭയങ്കര സംഭവം. അവള് ഒക്കെ ഭയങ്കര മനക്കട്ടിയാണ് ചെറുതിന്. ഇവളാണെങ്കിൽ സൂചിയൊക്കെ നടക്കുന്ന കാര്യം. ഞാൻ മോൾട്ടി വിളിച്ച് ഇങ്ങനെ നോക്കി ഇവള് വിളിക്കണുണ്ട്. അപ്പൊ ചെറിയൊരു നാവുമ്മ ഒരു സംഭവം ഉണ്ട്. ചെറിയൊരു നാവുമ്മ അടിയിൽ മുറി ചുണ്ടുമ്പോ മുറിയാണ്. അപ്പൊ സംഭവം ചെറിയ മുറിയൊന്നല്ല. വന്ന് നോക്കിയപ്പം ചോര ഇങ്ങനെ ഒലിച്ച മൂക്കുമ്പോ ചോര തലമ്മ ചോര മുമ്പ് ചോര.
അപ്പം മോൾട്ടിനെ കൊണ്ടിച്ച് പോകാൻ പറ്റൂല, അവിടെ നമ്മൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഉറങ്ങല്ല, കാരണം നമ്മൾ ഇവിടെ ഉണ്ടാകുമ്പോൾ രണ്ടും പാടെ പറ്റുമല്ലോ. ഞാൻ ഓളയും കൊണ്ട് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി, അവിടെ ഡോക്ടറിലാറ്. അപ്പോൾ ഞാൻ നേരെ മുക്കട്ടേ പോയി നോക്കി. മുക്കട്ടേ പോയിട്ട് ഡോക്ടർ ഇങ്ങനെ നോക്കി, ഡോക്ടർ ആദ്യം ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്തപ്പോൾ ഇവക്കൊന്നും ഒരു കൂസലില്ല. നേരെ മറിച്ച് ഇവളുണ്ടല്ലോ, ഇവള് ഈ കാന്താരി ആണെന്നുണ്ടെങ്കിൽ കരച്ചിലോട് കരച്ചിലേ. കാരണം ഹോസ്പിറ്റലിൽ ആകെ പറയിപ്പിച്ചു കടിച്ചേ. പക്ഷെ ഓക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തൊലിക്കട്ടിയാണ്. ഞാൻ അങ്ങനെ കരുതി അടങ്ങി കരുതിട്ടോ. 36 നല്ല എന്താ പറയാ, നല്ല സുഖിച്ച് എൻജോയ് ചെയ്താൽ ഇങ്ങനെ വടി നോക്കുന്നുണ്ട്. അത് ഡോക്ടർ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് പറഞ്ഞേ എടാ ഇത് ചിലപ്പോൾ തുന്നേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ടോ. ഇനി തുന്നണം പറഞ്ഞപ്പോൾ എന്താ അവിടെ ഇരിക്കും, ഞാൻ പപ്പച്ചി പറഞ്ഞിട്ടുണ്ടായിരിക്കും, സങ്കടം പറഞ്ഞിട്ടെ. എൻ്റെ കിങ്ങിണി വാവാളാണ് ഇപ്പച്ചിൻ്റെ. ഡോക്ടർ തുന്നണം എന്ന് പറഞ്ഞപ്പം എനിക്കൊരു മനസ്സൊക്കെ ഇടങ്ങാറ്. കാരണം അപ്പം നമ്മളെ കുട്ടീനെ തുന്നുമ്പോൾ സൂചിയൊക്കെ തരിപ്പിച്ചാൽ ആ ചുണ്ടുമ്പോൾ കൊണ്ടുപോയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു സ്ഥലം ഉണ്ടാക്കും ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു എന്ത് എന്നാ ആയിക്കോട്ടെ ഡോക്ടറെ തുന്നാന്ന് പറഞ്ഞിട്ട് അപ്പൊ സിസ്റ്ററോട് എടി ലൈറ്റ് ഓഫ് ആക്കല്ലേ, അരക്കന്നൂരിയെ കാണില്ല, ലൈറ്റ് ഗൈസ്. അരക്കന്നൂരി ഒരുങ്ങി വന്നിട്ടാണ് പാർക്കിൽ പോകാന് ഗൈസ്. കാരണം ഞാൻ ഇവലെയും കൊണ്ട് പുറത്തു പോയിട്ട് കുറെ ദിവസങ്ങളായിരുന്നു. കാരണം വെച്ച് നീച്ചി ചൂട് എടുക്കുന്നുണ്ട്. ഇപ്പൊ കാര്യം പറയട്ടെ, പോണ്ട നമുക്ക് ഇവിടെ നിന്നിട്ട് മതിയോ, തുറക്കല ഇപ്പൊ കാര്യം വേണ്ട പോവാ അല്ലിട്ടോ വേണ്ടിയ ഇരുട്ടായി ഗ്ലാസ് ഇട്ടോ അല്ല ഇട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇപ്പൊ പറഞ്ഞത് വൈക്കുന്ന ഇത് നിന്നില്ലേ, അതിന്റെ ഇടയ്ക്ക് ഓളെ വരവാണ് ഇപ്പൊ സാഹ പാളിയത്. എന്തിനാടുന്ന് അപ്പം ഇവിടെ ഡോക്ടർ ആ സ്ട്രക്ചറിൽ കടത്തിയിട്ട് പറഞ്ഞേ, എന്നാ സിസ്റ്ററെ സ്ട്രക്ചറെ കടത്തിക്കോളി, ഞാനിപ്പോ വരാറുണ്ട്. ഡോക്ടർ പേഷ്യന്റ് നോക്കാൻ പോയി. ആ സമയം പച്ചതിന് ഇടങ്ങറാകാം. ഞങ്ങൾ മുറി നോക്കിയപ്പോ നല്ല കുണ്ടുണ്ട് മുറി. അപ്പൊ എനിക്കൊരു ഇടങ്ങറപ്പം ഇതിനെ കരയിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പുറത്തെ കുട്ടി സൂചിക്ക് പെരും കരച്ചില്ല. ഇത് ഞാൻ ഒറ്റക്കാണ്, മോൾട്ടിമാടല്ല. അത് ഡോക്ടർ റൂമിൽ പോയി. ഡോക്ടറെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാതെ മാറാൻ പറ്റുമോ വെച്ച്. ആ ഡോക്ടർ ചെറിയ കുട്ടിയല്ലേ, അതങ്ങനെ മാറൊക്കെ ചെയ്യും. പിന്നെ പെട്ടെന്ന് ഉണങ്ങിക്കോട്ടെ, പെട്ടെന്ന് ഹീലായിക്കോട്ടെ എഴുതിയിട്ടാണ്. എന്റെ കുട്ടികളെ തിന്നാനൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ. എന്താ അവളെ തീറുക. ഇത് പണ്ട് സൗദി അറേബ്യക്ക് കഫീലിൽ ഊതാൻ കൊടുത്തപ്പോ അവിടുന്ന് ഫ്രീ ടെസ്റ്റ് സെന്റാണ്. സെന്റിൽ അത്തറ് നല്ല മണാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അന്നെ കണ്ടപ്പോ ഞാൻ എന്താ വേറെ എന്താ പറയാൻ പോയിട്ട് എന്താണ് അരക്കന്നൂരെന്ന് എല്ലാവർക്കും അറിയാം, അതല്ല വിട്ടു വിഷയം. അപ്പം ഇപ്പൊ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ പുറത്തേക്കൊന്നും വല്ലാതെ പോയിട്ടില്ല. കാരണം കുറെ മോൾട്ടി ഹോസ്പിറ്റലില്, പിന്നെ ഞാന് നാട്ടില് ഞങ്ങൾ ക്ലബിലൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെങ്ങൾ ഹോസ്പിറ്റല്, എല്ലാരും പാടായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ്. ഇപ്പോഴും ശരിയൊന്നുമില്ല. ഇവിടെ പല്ല് ഇപ്പം ഓളെ മുകളത്തെ പല്ല് പറിച്ചപ്പോ നമുക്ക് താഴത്തെ പല്ല് വരണ്ടല്ലോ, ഏട്ടങ്ങേറുണ്ടാക്കുമായിരുന്നു പല്ലും പല്ല്. ഇപ്പൊ കുഴപ്പമില്ല, ഉറങ്ങിച്ചിക്കണ്. ഇനിയിപ്പോ തണുത്താൾ അവിടുന്ന് ഐസ്ക്രീം വേണ്ടി വരും. ആ മൂന്നുമ്പോ പിന്നെയും തുടങ്ങും വേദന. അപ്പൊ ഗൈസ് നമുക്കിനി നേരെ പാർക്കിലേക്ക് പോകാൻ. പാട്ടത്തെ പുതിയ പാർക്കാണ്. അപ്പൊ നമ്മളെ പാർക്കിലൊന്നും പോയിട്ടില്ലല്ലോ കുട്ടികൾക്ക്. ഇതിപ്പോ മോട്ടി കുട്ടികൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നല്ല. ഈ പൊട്ടത്തെ ഇങ്ങനത്തെ തിമ്മ തേക്കാൻ പാടില്ലത്. ഇനി ഇത് പോകുമെന്ന് ഓക്ക് സാരല്ല, ഓക്കെ മുടക്കുണ്ടോ ക്ലാസ് ഒക്കെ വാങ്ങിക്കണേ. അപ്പൊ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. വാതിലൊക്കെ അടച്ച് പൂട്ടിയിട്ട് അല്ലേ, ചെറുക്കുണ്ടോ ഗൈസ്? അപ്പൊ നമുക്ക് ചോക്കുണ്ടോ? എങ്ങനെയുണ്ട്? കാത്തൊക്കെ സെക്യൂരിറ്റി കണ്ടാലും എന്നാ ഷൂട്ടോളി നമ്മൾ പോവാണ്. നമുക്ക് പാർക്കിൽ നിന്ന് കാണാം ഗൈസ്. ആ പൂത്തിനൊക്കെ ലൈറ്റ് ഓഫ് ആക്കി. ഈ നക്കിത്തരാണ് ഇവിടെ ഹൈലൈറ്റ്. ഈ നക്കിത്തരം തുള്ളിക്കച്ച ഡി അല്ലേ ഡാ അയക്കണ ഇപ്പൊ ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. ഡാ ചെങ്ങായി എവിടെ പോണ്? നല്ല കാറ്റുണ്ട്, നല്ല അന്തരീക്ഷം ഉണ്ട് കേട്ടോ. അടങ്ങി അപ്പച്ചി എല്ലാം വാങ്ങിത്തരും. ഇപ്പൊ ഇത്ര കാട്ടൊന്നും വാങ്ങിത്തരില്ല. പറഞ്ഞ വാക്ക് മറക്കണ്ട. ഓക്കെ ചെരുപ്പ് ഉമ്മച്ചിട്ട് തരും. തന്നെയാ പോയി വണ്ടി പോയിരുന്ന ഷൂ ഉമ്മച്ചിട്ട് തരും കേട്ടോ. വല്ല ബുക്കണ്ട ചെറിഞ്ഞു പോവും. ചെറിയ വണ്ടിമ കയറാൻ കണ്ടു മോടെ കറുത്ത ഇട്ടിട്ട്. ഓക്കെ ഇങ്ങോട്ട് നോക്ക്, ഷൂ ഇട്ടിട്ട് പോവാ. രണ്ടാളും കയറ്റും. കാര്യണ്ട ഞാൻ ഇന്നും അതിന് മുക്കിച്ചിട്ടുണ്ട്. എന്റെ മൂന്നോക്ക് ബാബാ ഷൂ ഇട്ട് പോവാ. കാര്യണ്ട അമ്മച്ചി വരും കേട്ടോ. ഇത് മുന്നിൽ തന്നെ കേട്ടോ. അതിനെ തേരോട് മുന്നിൽ തൊട്ടോ. നീ ആ വാടിയോട് ആ കൊച്ചുമുല കഴിച്ച് വൈകുന്നേരം ഇവിടെ ഇങ്ങനെ ആൾക്കാരും കൊച്ചുമുലൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. മൂക്കത്തല്ല കഷ്ണം ഏതാപ്പാ കടന്നു ചായില്ലേ. വീഡിയോനെ നമ്മൾ ചെയ്യലേ ഇടക്കേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഒരു ഓൺ വോയിസ് കൊണ്ട് വരുന്നത്. സോറി, മറ്റേ വോയിസ് ഓവർ കൊടുക്കുകയാണ് നമ്മളിന്ന്. ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിലമ്പൂര് ചായ കുടിക്കാൻ വേണ്ടി കയറി. കുട്ടികൾക്ക് ചായ കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് കയറി. കാരണം ഇനി പാർക്ക് പോയി കുട്ടിയെ കളിക്കണമല്ലോ. കാടമുട്ട പ്ലേറ്റിൽ വെച്ചു. ഡയറി പ്ലേറ്റ് വലിച്ചു. പേപ്പർ വലിച്ചു. കാടമുട്ട എല്ലാം പുറത്ത്.
പിന്നെ രണ്ടാൾ നല്ല ഐക്യത്തോട് കൂടി മുട്ട ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലത്തെ പഴം മാത്രം എടുത്ത് തിന്നുള്ളൂ. കാടമുട്ട നമ്മൾ കഴിക്കുമല്ലോ. ഈ ഉന്നക്കായ എനിക്കാണ്, പിന്നെ ഇതിന് കിഴങ്ങ് വച്ച് മോൾട്ടിക്കാണ്, പിന്നെ സമൂസ എക്സ്ട്രാ ഉണ്ട്. അത് ആരതാണ് മറ്റേ ആദ്യം തിന്ന് തീരുക ആ ഓൾക്ക് എടുക്കുക, അങ്ങനെയാണ് കണ്ടീഷന്. അതൊന്നുമില്ല ഗൈസ്, നമുക്ക് വേണ്ടതൊക്കെ കഴിക്കാം. അങ്ങനെ ഞാൻ ഉന്നക്കായ എടുത്തു, മോൾട്ടി മറ്റേത് എടുത്തു, ഒരു സമൂസയിൽ ബാക്കി വെച്ചു. സമൂസ അടിച്ച് ഞാൻ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടും ഞാൻ എണ്ണക്കടികൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വൈകുന്നേരം ഇതൊരു ലഹരി പോലെയാണ്, എപ്പോഴെങ്കിലും ഇത് ഇന്ന് കിട്ടണം. ഞാൻ ഇവരോട് ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് ഇവരെ കൊണ്ടുപോയതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് വെറും തിരക്കായിരുന്നു. ഇപ്പോൾ സുഹൃത്തിൻ്റെ വീട് പണിൻ്റെ തിരക്ക്, പിന്നെ നാട്ടിലൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്ക്. അങ്ങനെ ഞാൻ വെറും പുറത്ത് കൂടെ എനിക്കും മനസ്സൊക്കെ ഇടങ്ങാറാണ്. കാരണം നമ്മളെ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുക, നമ്മളിങ്ങനെ പുറത്തെടുക്കുക. അപ്പോൾ അവരും കൊണ്ടുവന്ന് പുറത്ത് പോകണമെന്ന് കരുതും. വൈകുന്നേരം ആയിക്കാരം എനിക്ക് ഓരോ തിരക്കായി കയറാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും രണ്ടും കളിപ്പിച്ച് മോളിനോട് പറഞ്ഞാൽ ഇറങ്ങട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയതാണ്. കുട്ടികൾക്ക് ഓരോ ബൂസ്റ്റും എനിക്കും മോട്ടിക്ക് ഓരോ കോഫി. ബൂസ്റ്റ് എത്തിയിട്ടില്ല, അതിന് മുന്നേ ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. നമ്മൾ തക്കടു ആയുധൻ്റെ വണ്ടിൻ്റെ മുന്നിൽ കയറി നിൽക്കണേ. ഇത് നിലമ്പൂർ നമ്മൾ ബൈപ്പാസിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ പോണ പാർക്ക് വെച്ച് കഴിഞ്ഞാൽ മമ്പാട് ടാണയത്തെ പാർക്കാണ്. ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ വീട് പെട്ടെന്നുണ്ടാവും നോക്കണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഈ എൻട്രൻസിൽ ഇവിടുന്ന് മെയിനായിട്ട് ഒരാൾക്കതിനുള്ളിൽ കയറാൻ 20 രൂപയാണ് ചാർജ്. അത് കയറുമ്പോൾ തന്നെ കൊടുക്കണമെന്നില്ല. വണ്ടി പാർക്ക് ചെയ്ത് അവിടെ സെക്യൂരിറ്റി വരും, അവർക്ക് കൊടുക്കുക. 20 രൂപ അതിനുള്ളിൽ കൊടുക്കാൻ നടക്കാൻ മാത്രമാണ്. പക്ഷേ ഇതൊരു എന്താ പറയുമ്പോൾ പ്രതീക്ഷിച്ചത്ര അങ്ങോട്ട് വലിയൊരു പാർക്കല്ല കേട്ടോ. ഒരു സാധാ ഒരു കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്ക് അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ദേറിനെ പോലത്തെ കുട്ടികൾക്ക് അവിടെ പറ്റൂല. കാരണം ഈ വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്പം ഇറങ്ങണം, അല്ലാതെ കുട്ടികൾ മുങ്ങിച്ചാവും. അപ്പോൾ പിന്നെ അത് പറ്റൂല. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റിക്ക് അതിൻ്റെ പൈസ എല്ലാം കൊടുത്തിട്ട് കയറി വരുന്ന റൈറ്റ് സൈഡിൽ തന്നെയായിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂള്. അങ്ങനെ സെക്യൂരിറ്റിക്ക് നമ്മൾ എൻട്രൻസ് ഫീസ് രണ്ടാൾക്ക് വെറും 40 രൂപയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞതുപോലെ എല്ലാം അനുസരിക്കണ തയ്യാറി. പാർക്ക് എത്തിക്കഴിഞ്ഞാൽ ജിമ്മാനി വാപ്പാനും പറഞ്ഞ കേൾക്കൂല എന്ന് പറഞ്ഞ ഓള്, ഞാൻ കേക്ക് ഉപ്പച്ചേന്ന് പറഞ്ഞ ഓള് അവിടെ എത്തിയപ്പോത്തിന് നിങ്ങൾ ഇതാണ് നമ്മളെ അവസ്ഥ. ഒരു വീഡിയോ എടുക്കാൻ രാത്രി ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമ്പോൾ കുട്ടികളെ ഉറക്കി വേണം വീഡിയോ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവരിങ്ങനെ നീച്ചു വേണം നിങ്ങൾ നേരെ. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. ഓള് ഇങ്ങോട്ട് കൈ ഉണ്ടിയാണ്ട് അങ്ങോട്ട് തോന്നിയോടത്ത് കൂടെ ഒക്കെ പോകും. നേരെ പിന്നെ മോൾട്ടിൻ്റെ ഒക്കത്താട്ടോ. ഇത് ഏകദേശം ഒരു 10-12 മിനിറ്റ് പറയുന്നുണ്ടേ. ഭയങ്കര കുഴക്കുണ്ട്. ഇതിൻ്റെ ഒരു മൊത്തം ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ വരുന്ന ഭാഗം കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ വരികയാണ് ഞാൻ. ഇതിപ്പോൾ നിലമ്പൂരിലെ ആൾക്കാർക്കൊക്കെ വൈകുന്നേരം ഇങ്ങനെ പോയിരിക്കാൻ വളരെ ഫ്രണ്ട്ലിയാണ്. എന്തായാലും പിന്നെ പൈസ കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. കടലിലൊക്കെ ഇവർക്ക് എല്ലായിടത്തും ഇറങ്ങണം. പക്ഷേ അയക്ക് ഇറങ്ങണത് ഒന്നെങ്കിൽ ഞാനോ മോൾട്ടിയോ ഇറങ്ങണം. കഴിയൂല. കാരണം ഒരു ഇതെല്ലാ കുട്ടികളുള്ളൂ. ഒരു ഏകദേശം ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 6-7 വയസ്സിലെ കുട്ടികൾക്ക് മുതലേ അങ്ങോട്ട് ഇറക്കാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക്. അല്ലാത്തപോലെ ഉണ്ടെങ്കിൽ തന്നെ തിരമാല അടിക്കുമ്പോൾ കുറച്ച് പവർ കൂടുതലാണ്. തിരമാല അടിക്കണ വീഡിയോ കുറച്ച് കാണിച്ചു തരാം. അത് സമയത്തല്ലേ തിരമാല അടിക്കുള്ളൂ. അപ്പോൾ തിരമാല അടിക്കണ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ബാക്കിൽ വരും. പിന്നെ എന്താ പറയുക, മൊത്തം ഇതായി മാത്രം ഒരു സ്ഥലമൊന്നും ഇതിലില്ല. പിന്നെ ധൈര്യക്കുന്നില്ല. വെള്ളത്തിനോട് ചെറിയൊരു പേടി നോക്ക്. പൊതുവേ വെള്ളം കോക്ക് രണ്ടാക്കും പേടി തന്നെയാണ്. പക്ഷെ ധനി എന്തൊക്കെയാണ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഭയങ്കര ധൈര്യശാലിയാണ് ധനിക്കുട്ടി. ധൈര്യം എന്താ വെച്ചാൽ വെള്ളത്തിനോടൊക്കെയാണ് പേടി. ഓക്ക് ഇങ്ങനെ എന്തെങ്കിലും കണ്ട അപ്പം തിന്നണം അങ്ങനത്തെ ഒക്കെ മൈൻഡൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇവരൊക്കെ എത്രയും ദൂരം കൊടുന്നാൽ എന്തെങ്കിലും കയറ്റണ്ടേ കരുതിയിട്ട് നമ്മൾ അയ്യോ ഇടയ്ക്ക് വേറെ മെസ്സേജ് വന്നാട്ടോ. ഇതാണ് അവിടെ ചെറിയൊരിത്. പക്ഷേ ഇത് കുട്ടികൾ ജലദോഷം പിടിച്ചിട്ട് ആ വെള്ളം ഒരു ബ്ലീച്ചിങ് പൗഡർ മണത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ അതിലെ കുട്ടിനെ ഇറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ്. അങ്ങനെ അതിൽ കുട്ടിനെ ഇറക്കിയില്ല. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കുട്ടികളെ മൂക്കിങ്ങനെ ഒലിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ അതിൽ കയറ്റണ്ടെന്ന് കരുതിയിട്ടായിരുന്നു നമ്മളങ്ങനെ ആക്കിയത്. പിന്നെ വെള്ളത്തിൻ്റെ ചെറിയൊരു ബ്ലീച്ചിങ് പൗഡർ മണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു ഇതായി. പിന്നെ കുറച്ച് വലിയ കുട്ടികൾ വന്നിട്ട് കാര്യമുള്ളൂ. ധനി വന്നിട്ടൊരു കാര്യമില്ല. പക്ഷേ ഞങ്ങൾ പോയത് തിങ്കളാഴ്ച ആണെങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിന് കേട്ടോ. തിരക്ക് കാരണം ഒരിട്ട പരിപാടി എന്തായാലും വിജയിച്ചിരിക്കണ്. നമ്മളിതൊരു വലിയൊരു എന്താ പറയുക ഒരു ഒരുങ്ങി തയ്യാറായി പോയൊന്നുമല്ല. കുട്ടികൾക്ക് ഇനി വേണമെങ്കിൽ ഇതിന് അഥവാ ഇറങ്ങാണെങ്കിൽ ഓർക്ക് മാറ്റാൻ ഒരു ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് എനിക്ക് വീട്ടിൽ എത്തുമ്പോൾ ഒരു കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ ഒരു സംഭവം കുറച്ച് ഹൈലൈറ്റ് തന്നെയാണ്. കാരണം നല്ല സ്പീഡ് ആ ചെക്കൻ പേര് നല്ലോണം പേടിച്ച് ചാടി വെള്ളത്തിൽ ചാടി വരുന്നവർക്കൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം ഇത് കുറച്ച് ഡേഞ്ചറാണ്. ഇത് കുറച്ച് വലിയ കുട്ടികളെ തന്നെ അതിൽ ഇറക്കുള്ളൂ. ചിലപ്പോൾ അതിന് പ്രായപരിമിതി ഉണ്ടാവും. ഞങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മളെ കുട്ടികളൊക്കെ ചെറിയ കിടുങ്ങായതുകൊണ്ട് ഇതാണ് ഓരോന്ന് മറ്റേ ഓട്ടനുള്ളിൽ കൂടെ തുഴഞ്ഞു വരുന്നത് വെള്ളം കമ്മിയായിട്ട്. അതിനുള്ളിൽ കൂടെ പോകുന്നതായി കാരണം. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേന് വൈകുന്നേരം ആവും. കാരണം വെള്ളം ഇടക്ക് കമ്മിയാകുന്നുണ്ട്.
ഇതാണ് അതിൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് കേട്ടോ നമ്മളെ ഈ പാർക്കിൻ്റെ. ഒരു ഏക്കർ അല്ലെങ്കിൽ 2 ഏക്കറ മാക്സിമം അത്ര ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ ചായ, ഫുഡ് പറഞ്ഞാൽ കഴിക്കാതെ നെയ്ച്ചോറ്, ബിരിയാണി, അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് തന്നെ അതിലുണ്ട്. സാധാരണ ഞായറാഴ്ചകളിൽ നല്ല തിരക്കുണ്ടാവലുണ്ട്. ഇപ്പം ഇന്നലെയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. പക്ഷേ ഇന്നലെ ഞാൻ മോൾട്ടിനോട് ചോദിച്ചു മോൾട്ടി പോകണമെന്ന് വെച്ചപ്പോൾ മോൾട്ടിക്ക് ഇങ്ങനെ ജലദോഷം പിന്നെ ചെറിയൊരു പല്ലുവേൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പോലെയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് കൊടുന്നതാണ്. അതിലാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ഫുഡിൻ്റെ ഒരു ഏരിയയാണിത്. ഇതിവിടെ ചായ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ ഒരു ഏരിയ പോർഷന്. ഇവിടെ നല്ല എൻ്റർടൈൻമെൻറ്റ് സോങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി എൻ്റർടൈൻമെൻറ്റ് വേണ്ടല്ലോ, കാരണം നമ്മളെപ്പോഴും പാട്ട് കേട്ട് വരുന്ന ആൾക്കാരാണല്ലോ. പിന്നെ ഇവലെ കൊടുന്ന ഇതിലൊന്നും കയറ്റണ്ടേ, അതിൽ ഇതിക്ക് ചൂണ്ടിക്കാട്ടി ഇവലെ കാര്യം എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെറുതെ പൈസ ചിലവാക്കുകയാണ്. ഇവരെ നേരെ അതിനുള്ളിൽ കയറുന്നു. എനിക്ക് മടുത്ത് പറ്റിയേ ഒക്കെ ഇറങ്ങി പോന്നാൽ മതിയല്ലോ. സംഭവം ടിക്കറ്റ് ഇതിന് ചെറുതുള്ളൂ, ഇതിന് 30 റുപ്യുള്ളൂ, ഒരാൾക്ക് 30 റുപ്യ. ശരിക്കും ഇത് എനിക്ക് എടുക്കണ്ട, ഞാൻ ഒരാൾക്ക് എടുത്താൽ മതി. പക്ഷേ ഞാൻ 2 ടിക്കറ്റ് എടുത്താണ്ട് ഇനി കയറ്റി ഇനി അതിനൊരു പരാതി ഒന്നും വേണ്ടല്ലോ. അങ്ങനെ നേരിന് ഞാൻ കയറ്റാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇത് ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ പൈസ പോയി. കാരണം കുട്ടികൾക്ക് അതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. എന്താണ് അതിനുള്ളിൽ കയറി ചെയ്യേണ്ടത്, വെറുതെ ചാടിക്കളിക്കുക പോരാന്നല്ലാതെ അതിന് മിനിമം ഒരു 5-10 മിനിറ്റ് തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇത് വീഡിയോ എത്ര മിനിറ്റ് എടുത്ത് നോക്കി അത്ര മിനിറ്റ് കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് 36 ഇറങ്ങിയാണ്ട് പോകുന്നേ. പിന്നെ ചെരുപ്പ് വരണമെങ്കിൽ ഇവൾക്കൊരു വാശിയാണ്. ചില നേരത്തെ ഞാൻ തന്നെ ചെരുപ്പ് വരണം, അല്ലെങ്കിൽ അവൾക്ക് ഇമ്മച്ചി ഊരി കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ തന്നെ ഇപ്പച്ചി ഊരണം പറഞ്ഞ് ഞാൻ തന്നെ ഊരാൻ നിൽക്കണം. വോട്ടിൻ്റെ ഒക്കത്ത് മറ്റോളും എനിക്കാണെങ്കിൽ വഹിക്കണ്ടേ. അതിലാണ് പിന്നെ മോൾട്ടിനോട് പറഞ്ഞ മോൾട്ടിച്ച് ക്യാമറ എന്ന് വെച്ച് പിടിച്ച് 2 പാടെ കയ്യൂലായിരുന്നു. ശരിക്കും നമ്മൾക്ക് ഈ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ മറ്റേ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ എന്താണ് എൻ്റെ പേര് മോൾട്ടി, ട്രൈപ്പോഡൊക്കെ ഒന്ന് വാങ്ങണം. മോൾട്ടി ഇതിൻ്റെ വോയിസ് ഓവർ കേട്ട് കിടക്കുകയാണ്. നേരെ ഇപ്പം 12 മണിയായിക്കണം. ഞാൻ കളി കഴിഞ്ഞിട്ട് വരുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ 2 ചെരുപ്പൊക്കെ ഊരി ഓരോ ഉള്ളിൽ കയറ്റി. ദേനി അല്ലെങ്കിൽ ഒരു ചാട്ടക്കാരത്തിയാണ് ദേനി, ഭയങ്കര ചാട്ടാണ് നോക്ക്. വെറുതെ ഇങ്ങനെ ആക്കണേ നോക്ക്. അല്ലെങ്കിൽ ഇവിടുന്ന് സോഫയിൽ നിന്നായാലും ഇപ്പോൾ ബെഡിൽ ഇപ്പോൾ നമ്മൾ കിടക്കുകയെന്നുണ്ടെങ്കിൽ ബെഡിൽ നിന്ന് ഒറ്റ ചാട്ടം ഒറ്റ ചാട്ടം തന്നിട്ട് എവിടെ ചവിട്ടണം അറിയില്ല. അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്കാർ ഒരു ചാട്ടം ചാടിയിട്ട് തലേൻ്റെ ചുണ്ടുമണ മുട്ടിയിട്ടുണ്ട്. ചുണ്ടുമൊക്കെ ആകെ മുറിയായി, പിന്നെ അത് പുണ്ണായി, പെരുന്നാളൊക്കെ ആകെ വേദന വരുത്തായിരുന്നു. പിന്നെ ഇതിനെന്താ വെച്ചാൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതെന്താ വെച്ചാൽ ചെറിയ പൈസ ഉള്ളൂ. കുട്ടികളെയും കൊണ്ട് പോകണവർക്ക് അവിടെ പോയിട്ട് ഒന്ന് മനസ്സൊഴിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുട്ടികളോടെങ്കിലും അതിനകത്താക്കണം. ഇതിനുള്ളിലിട്ടിട്ട് ഞാൻ ആ ചെക്കനോട് പറഞ്ഞ് ഐറ്റങ്ങളെ പുറത്തിറങ്ങാൻ അയക്കരുത്. മോൾട്ടിനോട് ഞാൻ പറഞ്ഞു മോൾട്ടി ഞാൻ ഇപ്പോൾ വരച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മളിപ്പം ഏതായാലും വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അവിടെ ആർക്കെങ്കിലും വരണ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്ക് ചിലവൾ ഇപ്പോൾ ഇതിനുള്ളിൽ കാണാത്തോളുണ്ടാവും. നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി തന്നെ. അപ്പോൾ ഓൽക്ക് ഈ വീഡിയോ കാണുകയും ഓൽക്കൊരു ഉപയോഗം ആയിക്കോട്ടെ. പിന്നെ അല്ലാതെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ പല നാട്ടിൽ നമ്മൾ കുട്ടീൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഓരോടൊക്കെ പറയാനുള്ള വളരെ നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം പല കമൻറ്റ്സ് റിപ്ലൈ കൊടുക്കുക സത്യത്തിൽ ഇതിൻ്റെ കയ്യിൽ നിന്ന് അലർജി പോലെയാണ്. കാരണം ഈ ഫോണുമ്പോൾ കൂടുതലായിട്ട് കളിച്ചിട്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടതുകൊണ്ട് അതിന്. കാരണം ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കിങ്ങനെ കൈ എന്തൊക്കെയാണ് അലർജി പോലെ, എനിക്ക് ഫോണിനോട് ഇങ്ങനെ മടുപ്പ് വരണമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ യൂട്യൂബ് തുടങ്ങുമ്പോൾ നമ്മളിപ്പം ബൈക്ക് വെച്ച് നിർത്തണ്ടല്ലോ, കാരണം നല്ല രീതിയിൽ പോകണ ചാനലാണ്, വെറുതെ ആക്കേണ്ടത്. അതിലാണ് ഞാൻ കടലിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയത്. കടലൊക്കെ ഒന്ന് കാണണമല്ലോ. എന്താണ് ഇപ്പോൾ നമ്മളെ നിലമ്പൂരിൽ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക വാട്ടർ തീം പാർക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത് പണ്ടൊക്കെ മലപ്പുറത്തായിരുന്നു. പിന്നെ അവിടെ വിട്ട് കഴിഞ്ഞാൽ ആതിരപ്പള്ളി, എറണാകുളം, കൊച്ചി, വണ്ടർല, അങ്ങനെ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മളടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ചെറിയ പാർക്ക് വന്ന് അതിലൊരു ബീച്ച് വരുന്ന അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് ചെറിയ കുട്ടികൾക്കാണ്. ഇതിൽ നമുക്ക് നേരെ ഇറക്കാൻ പേടിയാണ്, കാരണം നമുക്ക് പേടിയാണ്. അങ്ങനെ ഞാൻ അവിടത്തേക്ക് റൗണ്ട് ചുറ്റി വന്നുകൊണ്ട് ഇവിടെ മോട്ടിൻ്റെ അടുത്തേക്ക് വന്ന് കാരണം കുട്ടികളോട് ചെരുപ്പിടണം. ഇനി ആദ്യം ഇറങ്ങും, പിന്നെ ഒന്ന് കയറും. ഞാൻ അവനോട് പറഞ്ഞടാ അവളെ നോക്കണ്ട, അവൾ ചിലപ്പോൾ 30 വൈകുന്നേരം വരെ കയറി നോട്ടായിരുന്നു. ഇവിടെ 5 മിനിറ്റ് ആയപ്പോൾ ഇറങ്ങിയ 36. പിന്നെ അവൾക്ക് 2 ആക്കും, അത് വേണ്ട. പിന്നെ 2 ആക്കും വേണ്ടത് ഫുഡാണ്. അതിലാണ് തിരമാല കുറച്ച് എന്താ പറയുക കുറച്ച് ശക്തിയോടെ അടിക്കാൻ തുടങ്ങി. ഞാൻ മുകളിലായിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ. ഇത് റോഡ് സൈഡ് തന്നെയാണ് ഈ സ്വിമ്മിംഗ് പൂൾ. അതാണ് എൻ്റെ വെച്ചത്. ഇപ്പോൾ ചിലപ്പോൾ വലിയ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഇറങ്ങാൻ മടിയേക്കാം. അത് നോക്കി കഴിഞ്ഞാൽ റോഡ് കൂടെ ബസ് വേണം, ലോറി വേണം, കറക്റ്റ് കാണാം. അപ്പോൾ പിന്നെ ചിലർക്ക് അതൊരു മടിയായതുകൊണ്ട് ചില എല്ലാവരും മാറിക്കുക. മാക്സിമം കുട്ടികളെന്ന് ഇറങ്ങണുള്ളൂ. പിന്നെ പറ്റ വാസി പിടിക്കുമ്പം ഓരോ ഒപ്പല രക്ഷിതാക്കളെന്ന് ഇറങ്ങി കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം സെക്ഷനാണല്ലോ. കുട്ടികളെയും കൊണ്ടുപോയ ഐസ്ക്രീം ഉറപ്പാണല്ലോ. നേരെ കാട്ടിയ പണിയൊക്കെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് ആ സ്കൂപ്പ് ഉണ്ടല്ലോ, അത് വർത്തമാനം പറയാതൊക്കെ നല്ലത്. അപ്പോൾ ദേഷ്യം വരും. പിന്നെ നമ്മളെല്ലാം കൺട്രോൾ ചെയ്യണം, നമ്മളെ മക്കളല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വാശിൻ്റെ കാര്യത്തിൽ വലിയ വാശിയൊന്നുമില്ല, നമ്മളൊന്നും സങ്കടപ്പെട്ടാലൊക്കെ ഇതാവും. എന്നാലും ചില കാട്ടിക്കൂട്ടാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും.
ഇപ്പം മോൾട്ടിയാണ് നമുക്ക് ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓളെ കൊണ്ട് ചെരുപ്പ് ഇടിച്ചാണ്, ചെരുപ്പ് ഇടൂലേ, കാരണം അതിങ്ങനെ വണ്ടി പാഞ്ഞ് ഇങ്ങനെ നടക്കണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയി. ഡയറിക്ക് ഒരു സ്കൂപ്പ്, മോൾട്ടിക്ക് പിന്നെ തൊണ്ടവേദന പറഞ്ഞാൽ പോക്ക് ഐസ്ക്രീം വേണ്ട. എനിക്കും തന്നെ ഐസ്ക്രീമിനോടൊന്നും വലിയ താല്പര്യമില്ല. പൊതുവേ ഞാൻ ഐസ്ക്രീം കഴിക്കലുമില്ല കേട്ടോ, അത് വേറെ. പിന്നെ എനിക്കൊരു ചായ വേണമെന്ന് ആ സമയത്ത് ഞാൻ ചായ കുടിച്ചോണ്ട് എനിക്ക് വലിയ കമ്പല്ല. മോൾട്ടി പറഞ്ഞു ഞാൻ ഒരു ചായ കുടിച്ചോളാം പറഞ്ഞു. അങ്ങനെ കുട്ടികൾക്ക് രണ്ടാക്കും ഓരോ ഐസ്ക്രീം. ഇവക്ക് ഈ ഐസ്ക്രീം, മറ്റവർക്ക് വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ വെസ്റ്റൻ്റെ ചെറിയ ഒരു സാധനമാണ്, ആ ഒരു സാധനം വാങ്ങിക്കൊടുത്ത് അവിടെ. അങ്ങനെ ഞങ്ങൾ അതും കൊണ്ട് ഇങ്ങനെ പോയി ടേബിളിൽ മോൾട്ടിക്ക് ചായ എടുക്കാൻ അവിടെ നിന്ന് ഇരുത്തിയപ്പോത്തിന് ആ ഐസ്ക്രീം മൊത്തം കയറി നിലത്തേക്ക് കണ്ടു. അതായത് ആ മൊത്തം ടോപ്പ് ആണ്. ഇതപ്പോത്തിന് സ്കൂൾ നിലത്തേക്ക് ഇട്ട് വേറെ സ്പൂണിൻ്റെ കൊടുത്ത് അങ്ങനെയൊക്കെ. പിന്നെ എല്ലാം ഇതൊക്കെ ക്ഷമിച്ച് ഞാൻ സഹിച്ച് ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഈ ഐസ്ക്രീം കണ്ടുങ്ങൾ ഈ സാധനം മൊത്തം നിലത്തേക്ക് വീണ്. എന്നിട്ട് അതിൻ്റെ മറ്റേ ഐസ്ക്രീമിൻ്റെ നിലത്തിയടി ഞാൻ മൊത്തം എടുത്തില്ല. അപ്പോഴത്തേനും എനിക്ക് അത് ക്ലീൻ ആക്കേണ്ടി വന്നു. അങ്ങനെ ഓരോ ചായയും കുട്ടികൾക്ക് ഓരോ ഫ്രൂട്ടിയും വാങ്ങി കൊടുത്തിട്ട് മോൾട്ടിക്ക് പിന്നെ ഒരു പപ്സും കൊണ്ടുപോയി കൊടുത്തിട്ട് അത്യാവശ്യം സമയത്തിനുള്ളിൽ ചിലവഴിച്ച് ഞങ്ങൾ എപ്പോഴും വീടെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഓടായിക്കൽ പാലത്തിൽ പോയിട്ട് അവിടെ പോയണ്ടല്ലോ, അവിടെ രണ്ടാളി നല്ല നേച്ചുറൽ വാട്ടർ അല്ലേ, പ്രകൃതിയുടെ വെള്ളമായ പുഴയിൽ കൊണ്ടുപോയി രണ്ടാളെ അങ്ങോട്ട് മുക്കി. പിന്നെ ഒരവിടെ ഇവരുടെ ചായ കൂടി തകൃതിയോടെ കഴിക്കുന്നു. ഐസ്ക്രീമിന് നേരിൻ്റെ പോയി ഏറിയ മറ്റേ പിടിക്കുന്നതാണ്, സ്കൂപ്പ് മാത്രം എടുത്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പോരുകയാണ്. ഇനി എത്ര നേരം എത്തിയിട്ടാണ് ഇങ്ങനെ കുത്തിറക്കണത്, ഒരുപാട് പരിപാടികളല്ലേ. പിന്നെ കുട്ടികൾ പോയപ്പോൾ നല്ല വൈബായിരുന്നു. ഒരു കടലയും കഴിച്ചിട്ട് ഞാൻ അങ്ങനെ തിണ്ടുമ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒക്കെപ്പാടെ വീഡിയോ ഇട്ടേക്ക് ലെങ്ത്ത് കൂടുന്നതിലാണ് വീഡിയോ കുറച്ചിടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇൻഷാല്ല വീഡിയോ ഫ്രീ ആകുമ്പോൾ ഇട്ടുമ്പോൾ വരും. അപ്പം വീഡിയോ കണ്ടോലൊക്കെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരോടും നമുക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. കമൻറ്റ് അടിക്കുന്നതിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ പറയും ഓരോരുത്തരുടെ സ്നേഹങ്ങളൊക്കെ തമ്മിൽ ഇങ്ങനെ പറയാം, അല്ല വേറെ നിർത്തില്ലല്ലോ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും വീഡിയോ കാണുക. ഞങ്ങളിപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്, ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ എല്ലാവരുടെയും കാണാം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.